പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Our Tour.1961 എന്ന യൂട്യൂബ് ചാനൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ UK യാത്രയാണ്. ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. ഇത് ചെന്നൈ എയർപോർട്ട്. ഇമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിനടുത്തേക്ക്. ഒരു മാസത്തിലേറെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ UK യാത്ര. എമിറേറ്റ്സ് വിമാനത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ചെന്നൈയിൽ നിന്നും ദുബായിലേക്കും ദുബായിൽ നിന്നും ലണ്ടനിലുള്ള ഹീത്രോ എയർപോർട്ടിലേക്കുമാണ് യാത്ര ചെയ്തത്. എനിക്കും എൻ്റെ സഹധർമ്മിണിക്കും യാത്ര ചെയ്യാനുള്ള വിസ 5 ദിവസത്തിനുള്ളിൽ കിട്ടി എന്നതാണ് അത്ഭുതം. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഐറിഷ് റിപ്പബ്ലിക് എന്നീ സ്ഥലങ്ങളാണ് ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ സന്ദർശിച്ചത്. കാലത്ത് 4 മണിക്ക് ചെന്നൈയിൽ നിന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്തു. വിമാനത്തിൽ അധികം യാത്രക്കാരുണ്ടായിരുന്നില്ല. ഞങ്ങൾ യാത്ര ചെയ്തത് മെയ് ജൂൺ മാസത്തിലായിരുന്നു. അത് കാരണം കൊണ്ട് കാലാവസ്ഥ അനുയോജ്യമായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കിട്ടി. കുറച്ച് ഉപ്പുമാവും ബ്രെഡും കാപ്പിയും വെജിറ്റബിൾ റോളും മറ്റും അടങ്ങിയിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണം. എമിറേറ്റ്സ് എന്നും അതിൻ്റെ നിലവാരം പുലർത്തിയിട്ടുണ്ട്. ഞങ്ങൾ ദുബായിലെത്തി. ദുബായ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോഴേക്കും സമയം 7:30 മണി കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം നല്ലൊരു ഉറക്കം പാസാക്കി. UK തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരയ്ക്കും കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരയ്ക്കും മുഴുവനും പോയി കണ്ടു. ഇത് ദുബായ് എയർപോർട്ട്. ട്രാൻസിറ്റ് ആയത് കാരണം കൊണ്ട് മറ്റൊരു ടെർമിനലിൽ നിന്നാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. ഞങ്ങൾ വന്നിറങ്ങിയത് ടെർമിനൽ A1 നിന്നാണെങ്കിൽ പോകേണ്ടത് A24 നിന്നാണ്. A24 ടെർമിനലിലേക്ക് പോവാൻ എയർപോർട്ട് മെട്രോ സർവീസ് ഉണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ്. കാലത്ത് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടെയെല്ലാം ചുറ്റിക്കണ്ടു. അപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി. ഇതും എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെ. ദുബായ് ടു ഹീത്രോ. ഈ കാണുന്നത് സീറ്റിൻ്റെ മുൻവശത്തുള്ള ഡിസ്പ്ലേ ആണ്. സിനിമയും കാർട്ടൂണും ഫ്ലൈറ്റ് ഇൻഫർമേഷനും തുടങ്ങി പല സൗകര്യങ്ങളും ഈ ഡിസ്പ്ലേയിലുണ്ട്. നല്ല ക്ഷീണം ഉള്ളത് കാരണം കൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം നല്ലൊരു ഉറക്കം പാസാക്കി. ഫ്ലൈറ്റ് പോകുന്ന റൂട്ട് മാപ്പാണ് ഈ കാണുന്നത്. ഇതിൽ ഫ്ലൈറ്റ് പറക്കുന്ന ഉയരം, പുറപ്പെട്ട സമയം, ലണ്ടൻ ടൈം, ഫ്ലൈറ്റിൻ്റെ സ്പീഡ്, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഇൻസൈഡ് ടെമ്പറേച്ചർ തുടങ്ങി അനവധി ഇൻഫർമേഷൻ ഈ ഡിസ്പ്ലേയിലുണ്ട്. ഇത് ഡബിൾ ഡക്കർ ഉള്ള 4 എഞ്ചിനുള്ള ഫ്ലൈറ്റാണ്. നോക്കൂ, ഇത് ഫ്ലൈറ്റിൻ്റെ അടിഭാഗത്തെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഫ്ലൈറ്റിൻ്റെ 4 വശത്തും ക്യാമറ ഉണ്ട് എന്നുള്ളതാണ്. ഞങ്ങളിരിക്കുന്ന അതേ ഫ്ലൈറ്റിൻ്റെ ഷാഡോ ആണ് ആ കാണുന്നത്. നിലത്ത് പതിക്കുന്ന ഷാഡോവിൻ്റെ ചിത്രം ക്യാമറയിലൂടെ കിട്ടുന്നതാണ് ഈ കാണുന്നത്. ഞങ്ങൾ എക്കോണമി ക്ലാസ്സിലായിരുന്നു ട്രാവൽ ചെയ്തത്. അപ്പർ ഫ്ലോറിലാണ് ഫസ്റ്റ് ക്ലാസ് പ്രീമിയവും ബിസിനസ് ക്ലാസ്സും ഉള്ളത്. Our.1961 എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾക്കുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കിട്ടി. എല്ലാം വളരെ സ്വാദിഷ്ടമായിരുന്നു. നല്ലൊരു പിസയുടെ മണം കേട്ടാണ് ചെറിയൊരു മയക്കത്തിൽ നിന്നും ഞങ്ങൾ ഉണർന്നത്. പിസ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അടുത്തത് കേക്കായി. അപ്പോഴേക്കും വന്നു വെജിറ്റബിൾ റോൾ. അതിൻ്റെ കൂടെ കുടിക്കുവാൻ വാട്ടർമെലോൺ ജ്യൂസ്. 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതാ വരുന്നു കാപ്പി, ചായ, ബിസ്ക്കറ്റ്. ഇതിനോട് കൂടെ ബീറോ ഹോട്ടോ ഏത് വേണമെങ്കിലും ചോദിച്ചാൽ കിട്ടും. ഇത് അമാറുള എന്ന് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതെല്ലാം ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ ആണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. എങ്ങനെയായാലും യാത്ര ഞങ്ങൾ ആസ്വദിച്ചു. ഇത് ഹീത്രോ എയർപോർട്ട്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സൂര്യനസ്തമിക്കാത്ത സായിപ്പിൻ്റെ നാട്ടിൽ ഞങ്ങൾ
കാൽകുത്തി. ജീവിതത്തിൽ ഒരിക്കലും UK-യിലെല്ലാം പോകുമെന്ന് സ്വപ്നത്തിലും കൂടി വിചാരിച്ചിട്ടില്ല. ഒരു സാധാരണക്കാരനായ ഞങ്ങൾക്കെല്ലാം അവിടെയെല്ലാം പോകാൻ പറ്റിയത് കാരണവന്മാരുടെ എല്ലാം അനുഗ്രഹവും ഈശ്വരാനുഗ്രഹവും എന്നു മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. എയർപോർട്ടിൽ നിന്നും ഞങ്ങൾക്ക് പോകേണ്ടത് പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതിനായി എയർപോർട്ടിലുള്ള ട്യൂബ് റെയിൽവേയിൽ കയറി വേണം പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുവാൻ. ഇപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലൂടെ ട്യൂബ് റെയിൽവേയിലേക്ക് നടക്കുകയാണ്. എലിസബത്ത് ലൈൻ നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ലൈൻ നോക്കിപ്പോയാൽ എയർപോർട്ടിലുള്ള ട്യൂബ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാം. ഇമിഗ്രേഷനും ബാഗേജ് ക്ലിയറൻസും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 1.5 മണിക്കൂറായി. ആ സമയത്ത് 4-5 ഫ്ലൈറ്റുകൾ വന്ന കാരണം കൊണ്ട് ഇമിഗ്രേഷനിൽ നല്ല തിരക്കായിരുന്നു. ഇമിഗ്രേഷനെ പാസ്പോർട്ട് കൺട്രോൾ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പുറമെ തണുപ്പ് ഏകദേശം 10 ഡിഗ്രിയാണ്. എല്ലാ സ്ഥലത്തും കൃത്യമായിട്ടുള്ള മാർഗരേഖകളുണ്ട്. നോക്കൂ, സൈൻ ബോർഡുകൾ എല്ലാവിടെയും വളരെ കൃത്യമായിട്ടുണ്ട്. അത് കാരണം പുതിയതായിട്ട് വരുന്നവർക്കും വഴിയൊന്നും തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇതാണ് ട്യൂബ് റെയിൽവേ സ്റ്റേഷൻ. എലിസബത്ത് ലൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി വന്നു. 1968-കളിലെല്ലാം ഇവിടെ ട്യൂബ് റെയിൽവേ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ മെട്രോ ട്രെയിനിന് സമാനമായിട്ടുള്ള ട്രെയിനുകളാണ് ഇവയെല്ലാം. ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ 7 മണി വരെ പീക്ക് ടൈമാണ്. ഇതിന് ഒരു 35 പൗണ്ട് കൂടുതലാണ് ടിക്കറ്റ് റേറ്റ്. വണ്ടി പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിത്തുടങ്ങി. 3-4 റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടാണ് നമ്മൾ പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുക. കാലത്തും 8 മണി മുതൽ 11 മണി വരെ പീക്ക് ടൈമാണ്. ആ സമയത്തും ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. ഏകദേശം 3/4 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് ഹീത്രോ എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നത്. ഇതാണ് പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷൻ. ആദ്യത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്നും വെയിൽസിലുള്ള കാർഡിഫ് എന്ന സ്ഥലത്തേക്കാണ്. ഈ സ്ഥലം ഇംഗ്ലണ്ടിൻ്റെ ഏകദേശം തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. പാഡിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്തും മറ്റും പഠിക്കാൻ പോയിട്ടുള്ള അനവധി മലയാളി കുട്ടികളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് കാർഡിഫിലേക്ക് പോകേണ്ട ട്രെയിൻ വൈകുന്നേരം 5:45-നാണ്. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലുള്ള പോലെ വലിയൊരു ഡിസ്പ്ലേ സിസ്റ്റവും ഇവിടെയുണ്ട്. പീക്ക് ടൈം ആയത് കാരണം കൊണ്ട് ഒരു 35 പൗണ്ടിൻ്റെ ടിക്കറ്റ് അധികം എടുക്കേണ്ടി വന്നു. ഇത് കാർഡിഫിലേക്കുള്ള യാത്ര. ട്രെയിനിൻ്റെ സ്പീഡ് അതിഭയങ്കരം. എൻ്റെ മൊബൈലിലുള്ള സ്പീഡോമീറ്ററിൽ GPS വഴി ഞാൻ സ്പീഡ് മെഷർ ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി. 200 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഓൺ ദ വേയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. അനവധി പേർ ഇവിടെ ഇറങ്ങി, കുറച്ച് പേർ ഇവിടുന്ന് കയറുകയും ചെയ്തു. ഇവിടെ ട്രെയിനിൽ നമുക്ക് കൂടെ സൈക്കിളും പെറ്റ് ഡോഗ്സും എല്ലാം പെർമിറ്റ് ചെയ്യും. ഒരു കുട്ടി പോർട്ടബിൾ സൈക്കിൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് സൈക്കിളാക്കി ആ നഗരത്തിലേക്ക് പോകുന്നു. ഇത് ഇംഗ്ലണ്ടിൻ്റെയും വെയിൽസിൻ്റെയും ഇടഭാഗത്തുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. ഗോതമ്പും ചോളവും എന്നുവേണ്ട പലതരം കൃഷികളാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഇത് മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയെല്ലാം ജനവാസം കുറഞ്ഞ സ്ഥലങ്ങളാണ്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2-3 പേരാണ് കയറിയത്. അടുത്ത വീഡിയോ മുതൽ വെയിൽസിലുള്ള കാർഡിഫ് എന്ന സ്ഥലത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം. എൻ്റെ കൂടെ വന്ന നിങ്ങളെല്ലാവരും ഇപ്പോൾ UK-യിൽ എത്തിച്ചേർന്നു. അടുത്ത വീഡിയോ മുതൽ നമുക്ക് UK കാണാൻ തുടങ്ങാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.